അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങളുമായുള്ള റിയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ് എന്ന് അറിയാൻ വേണ്ടിയുള്ള റീഡിംഗ് ആണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ആ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ സംഭവിക്കും എന്നുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു പോസിബിലിറ്റി ആണ് കാണുന്നത്. ആൻഡ് യെസ്, മേ ബി നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സാഹചര്യം മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. അതിന് വേണ്ടിയിട്ടൊരു സ്ട്രെങ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ചേഞ്ച് ആണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുന്നത് ഈ റിലേഷൻഷിപ്പിൽ. ഇതുവരെയും ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ വളരെയധികം ചേഞ്ച് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ആ വ്യക്തി തിരികെ വരുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ളൊരു മാറ്റമാണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് തകർന്നിട്ടുള്ളതായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തോട് നിങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ മാനസികമായിട്ട് തളർന്നു പോയൊരു സാഹചര്യം കാണുന്നുണ്ട്. അത്രയധികമായിട്ടുള്ള തടസ്സങ്ങളാണ് റിലേഷൻഷിപ്പിലുള്ളത്. ഓക്കെ, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഫീലിങ്സ് ആണ്, നമ്മൾ ഒന്നിച്ച് ചേരും, തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ ഉണ്ടാവും, ഒരു ഡിവൈൻ ടൈമിങ് നിങ്ങൾക്കിടയിൽ സംഭവിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട് തന്നെയാണ് കാണുന്നത്. യെസ്, അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ രണ്ടു പേർക്കും ആ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, ആ ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ അത് റിയാലിറ്റിയിൽ വന്ന് ചേരുമെന്ന് കാണുക. ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. സോൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോൾ കണക്ഷൻ ഒക്കെ ഉള്ള അത്രയധികം ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡിക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഒത്തിരി ഗെയിം അഡിക്ഷൻ ഉള്ള വ്യക്തിയായിരിക്കാം, എന്തെങ്കിലും പ്രത്യേകതരമായിട്ടുള്ള ഗെയിമുകളോട് അഡിക്ഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തോട് ഒരു അഡിക്ഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു അഡിക്ഷൻ ഒക്കെ ഉള്ള ക്യാരക്ടറുള്ള ഒരു വ്യക്തി ഉണ്ടാവണം. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ആ ഒരു ഫൗണ്ടേഷനാണ് ഉണ്ടാവുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതായത് ഒരു ബേസ് ചക്രയാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു വ്യക്തത ഉണ്ടാവുകയാണ്. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇത്രയും നാളും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ യെസ്, ഇൻറ്റ്യൂഷൻസ് ആണ് വീണ്ടും വരുന്നത്. നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഇൻറ്റ്യൂഷണലി ഫീൽ ചെയ്യുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് 100% ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ആണുള്ളതെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തന്നെയാണ് ആ ഒരു ക്ലാരിറ്റി വരുന്നത്. ഓക്കെ, ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഐ മിസ് യു. ഓക്കെ, ഡെഫിനറ്റ്ലി അവര് നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ മിസ് യു വെരി ബാഡ്ലി. യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ. ഓക്കെ, ഇപ്പോൾ നിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഐ വോണ്ട് ടു ടെൽ യു സോ മെനി തിങ്സ്. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആം ഐ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു? ക്യാൻ യു ഗിവ് മീ എ സെക്കൻഡ് ചാൻസ്? ഓക്കെ, അവർക്കൊരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ കൊടുക്കുമോ? അവരെ ഇനിയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ?
നിങ്ങളുടെ ലൈഫിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ലയോ എന്നെല്ലാമുള്ള ഒത്തിരി ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം, എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നു. ആൻഡ് ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, എപ്പോഴും അവരുടെ സങ്കടങ്ങൾ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ മീ. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് ഇപ്പോൾ ആ വ്യക്തിക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നും അവർ പറയുകയാണ്. ഐ ആം സോ റെസ്റ്റ്ലെസ്, കാൻ ഡു എനിത്തിങ് വിതൗട്ട് യു. ഓക്കെ, ഇപ്പോൾ അവർക്ക് ഒരു കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. അത്രത്തോളം അവർ റെസ്റ്റ്ലെസ് ആണ്. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഓക്കെ, ഇപ്പോൾ അവർക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാവണം. ഈ ഒരു ഭൂമിയിലുള്ള സ്വർഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ്. നിങ്ങൾക്ക് അത്രയധികം ഒരു ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്ന ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കാം. സറണ്ടർ ടു ദ ഡിവൈൻ. ഓക്കെ, എന്തൊക്കെ പ്രോബ്ലംസ് ആണോ നിങ്ങൾ ഇതുവരെയും ഫേസ് ചെയ്യുന്നത്, അത്രയും പ്രോബ്ലംസും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യേണ്ടതിൻ്റെ ഒരു സമയമാണ്. ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് ട്രബിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്നുള്ള അഫർമേഷൻ പറയാൻ ശ്രമിക്കുക. ദ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം. ഓക്കെ, ഇത്രയും നാളും നിങ്ങൾക്ക് ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് ലോസ് ഫീലിംഗ് പോലും ഉണ്ടായിട്ടുണ്ട്, ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. അത്രയധികം നിങ്ങളുടെ എനർജി നഷ്ടമായ ഒരു നിമിഷമായിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷനിൽ മാറ്റം സംഭവിക്കുകയാണ്, എനർജി മാറ്റം സംഭവിക്കുകയാണ്. യു ആർ ഗുഡ് ഇനഫ്. ഓക്കെ, നിങ്ങൾ അത്രയധികം യൂണിവേഴ്സിന് തന്നെ ഇഷ്ടമായിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തു. നിങ്ങൾ ആരോടും ഒരു പരാതി പോലും പറയാണ്ട് അത്രയധികം നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഒരു പേഴ്സണുമായിട്ട് ചിലപ്പോൾ റിയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ അത്രയധികം സിൻസിയറായിട്ട് തന്നെ നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ച് ഉള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്ര നാൾ സഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു അവയർനെസ് ഉണ്ടാവുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ലൈഫ് ലെസൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടുന്ന സമയമാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക സാഹചര്യങ്ങൾ. നിങ്ങളുടെ ഇത്രയും നാളും സങ്കടമായിട്ടിരുന്ന സമയങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. നെഗറ്റിവിറ്റി എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യുക. മനസ്സിന് ശാന്തത കൊടുക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജസ്.